നമസ്കാരം. ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഓണിലാകുന്നത്. പ്രത്യേകിച്ചിട്ട് എന്താണ് പറയേണ്ടതെന്നതും ഒരു ആസൂത്രണമൊന്നും ഇല്ലാതെയാണ് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പം എന്താണെന്ന് പറയേണ്ടത്? എന്ത് വീഡിയോ ആണ് എടുക്കേണ്ടത്? എന്നെ നിരന്തരം എൻ്റെ ചിന്തയിൽ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഒരു വിഭാഗം. അവർ പുരാതന കാലം മുതലേ തമ്മിൽ കലഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ കലഹം, താതനും അമ്മാവനും മരുമക്കളും തമ്മിൽ കലഹം, ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹം. ഇങ്ങനെ കലഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെങ്കിൽ അവരുടെ വിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും ഇന്നും നിലനിന്ന് പോകുന്നുണ്ട്. പക്ഷെ ഇന്നും അത് കലഹിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനിടയിൽ നിന്ന് കുറച്ച് പണ്ഡിതന്മാർ എന്ന് സ്വയം പ്രഖ്യാപിച്ചത്, സ്വയം ഞാൻ പണ്ഡിതനാണെന്ന് പ്രഖ്യാപിച്ചാൽ അവർ ഈ സമൂഹം അങ്ങ് പണ്ഡിതനായിട്ട് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് മഹാത്മ്യം. ഇന്നലെ ഒരു സംസാരത്തിനിടയിൽ ഒരാളൊരു കാര്യം സംസാരിച്ചു. എന്താണെന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ അവരുടെ അടുത്ത് വരുന്ന ആളുകൾ കവടി നിരത്തി ജാതക പ്രശ്നങ്ങളിലൊക്കെ നോക്കുന്നത്, അതായത് ജീവിതം ഇനി എങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാത്ത ഒരവസരത്തിൽ അവർ ഇങ്ങനെയുള്ള ജ്യോതിഷികളെ സമീപിക്കുക. അപ്പോൾ ഇവർ ജ്യോതിഷികൾക്ക് അവിടെയൊക്കെ നിരത്തിയിട്ട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം എന്താണെന്ന് പറയുന്നത്, ഇന്നലെ ഞാൻ അറിഞ്ഞ ഒരു കാര്യം, ആ വീട്ടിൽ ബ്രഹ്മരക്ഷസിട്ട് ഒരു തൃപ്തിയില്ലായ്മയുണ്ട്. അതിന് ബ്രഹ്മരക്ഷസ് ഉള്ള ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടും മറ്റുള്ള ബ്രഹ്മരക്ഷസിനുള്ള പായസം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ജ്യോത്സ്യം നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അറിവിലുള്ള എൻ്റെ പരിചയത്തിലുള്ള എൻ്റെ സുഹൃത്ത് തന്നെയാണ് ജ്യോതിഷൻ. ഞാൻ അയാളോട് പറഞ്ഞു, സുഹൃത്തെ, ഒരാൾ ഇങ്ങനെ വന്നാൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഏതിൻ്റെങ്കിലും ഒരു കാരണത്തിൻ്റെ മേലെ അവരുടെ പ്രശ്നങ്ങളിൽ ചാരി വെച്ച് അവരെ കൊണ്ട് വിഡ്ഢിവേഷം കെട്ടിക്കുന്നതിലും നല്ലത് അവരോട് പണിയെടുക്കാൻ പറയുന്നതല്ലേ ഉചിതം. ഇപ്പം ഒരു നാമം പോലും, ഈശ്വരൻ്റെ ഒരു നാമം പോലും ജപിക്കാൻ സമയമില്ലാത്തവരാണ് മണിക്കൂറുകളോളം ജ്യോതിഷൻ്റെ തിരുനടയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുവരാന്തയിൽ കാത്തു നിൽക്കുന്നു. ചില ആളുകൾക്ക് വെള്ളം കുടിക്കാൻ വെള്ളമില്ലാതെ തലകറങ്ങി വീണ ആൾക്കാരൊക്കെ ഉണ്ട്. ബി പിയുടെ പല അസുഖങ്ങളുള്ള ആളുകളല്ലേ, പ്രഷർ, ബി പി, ഷുഗർ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ അവിടെ തലകറങ്ങി വീണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വീട്ടിലിരുന്ന് ഒരു 108 പ്രാവശ്യം നിത്യേന അവനവൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ നാമം, ഈശ്വരന് അനേകായിരം കോടിക്കണക്കിന് നാമങ്ങളില്ലേ, ഏതെങ്കിലും ഒരു നാമം നിത്യവും ജപിക്കാൻ സമയം കിട്ടാത്തവർ ഒരു 10, 20, 25 കൂടി വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ നേരം അവനവൻ്റെ വീട്ടിൽ മറ്റാരുടെയും ശല്യമില്ലാതെ ഇരുന്ന് ജപിക്കാത്തവർ, ഉള്ള കാശ് കടവും വാങ്ങിയിട്ട് ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി ഓരോ പ്രശ്നങ്ങൾ ചോദിച്ച് ആ ജ്യോത്സ്യൻ എന്തെങ്കിലും ഒരു രൂപം ഉണ്ടാക്കി അതിൻ്റെ മേലെ ഇവരെ ചാരി വെച്ച് പിന്നെ അതിൻ്റെ പിന്നാലെ പോയി അവിടുന്ന് മാറ്റമൊന്നുമില്ലാത്ത കണ്ടാൽ വേറൊരു ജ്യോത്സ്യൻ്റെ രൂപം. ഇത് തന്നെ പരിപാടി. ഇവർ ആലോചിക്കുന്നില്ല, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെയാണ് തീർക്കേണ്ടത്. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കേരളത്തിൽ കുറേ ആളുകൾ മതം മാറിയ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത അവസ്ഥ വന്നപ്പോൾ മതം മാറേണ്ടി വന്ന ആളുകളുണ്ട്. വിവേകാനന്ദ പറഞ്ഞ പോലെ ഒരു ഭ്രാന്താലയമായിരുന്ന സമയത്ത് ജീവിക്കാൻ വേണ്ടി റോഡിലൂടെ നടന്നു പോകാൻ വേണ്ടി മതം മാറിയ ആളുകളൊക്കെ ഉണ്ട്. അവരുടെ വീടുകളിലൊക്കെ ഈ പറഞ്ഞതുപോലെയുള്ള ബ്രഹ്മരക്ഷസിൻ്റെ മൂർത്തിയെ വെച്ച് പൂജിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഈ പ്രശ്നങ്ങൾ എന്താ അവരൊന്നും ബാധിക്കാത്ത? ബ്രഹ്മരക്ഷസ് സെലക്റ്റീവാണ്. സെലക്ട് ചെയ്തിട്ട് ഇന്നയാളെ മാത്രമേ ഞാൻ ദ്രോഹിക്കൂ എന്ന് പറഞ്ഞിട്ട് ദ്രോഹിക്കുന്ന ഒരു വിഭാഗമാണ് ബ്രഹ്മരക്ഷസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒന്നും ചെന്ന് വീഴാതെ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി ദശ നോക്കി ലോട്ടറി എടുത്ത് ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരുന്ന ആളെ വരെ എനിക്കറിയാം. ഒരു ജോലിക്കും പോകില്ല, ലോട്ടറി ടിക്കറ്റ് എടുക്കുക, വീട്ടിലിരിക്കുക, ജ്യോത്സ്യം പറഞ്ഞ് നല്ല സമയക്കും പിടിച്ചാൽ കിട്ടൂല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അവസാനം
അസുഖമാണെന്ന് വീട്ടുകാരെ ബോധ്യപ്പെടുത്തി വീട്ടിൽ ഒരു മൂലക്കിരുന്ന് തിന്നുകയായിരുന്നു അയാളുടെ മരണം വരെയുള്ള അയാളുടെ ജോലി. പുറത്ത് ജോലിക്ക് പോകില്ല, അധ്വാനിക്കില്ല, നാമം ഈശ്വരനെ നാമം ജപിക്കില്ല, ഈശ്വരനെ സ്മരിക്കില്ല, ഒന്നും ചെയ്യില്ല. ഇനി ഇതെല്ലാം ഇങ്ങോട്ട് കിട്ടണം, ഗുണങ്ങളും നന്മകളും എല്ലാം ഇങ്ങോട്ട് കിട്ടണം. പക്ഷെ ഒന്നും അങ്ങോട്ട് ചെയ്യാൻ വയ്യ, അതിന് സമയവുമില്ല, താല്പര്യവുമില്ല, ഒന്നുമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ അന്ധവിശ്വാസികളായി പോകരുത്, വിശ്വാസികളാവാം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത്, ഈ വീഡിയോ എടുത്തത് പ്രത്യേകിച്ചിട്ടൊരു എന്ത് പറയണം എന്നുള്ള താല്പര്യത്തോടെ ഒന്നും വന്നതല്ല. ജസ്റ്റ് വീഡിയോ ആക്കി എന്തെങ്കിലും പറയണം എന്ന് ഉള്ള ഒരു കാഴ്ചപ്പാടിൽ വന്നു നിങ്ങളോട് ഈ വിഷയം പറഞ്ഞു. നിങ്ങളെ ചൂഷണം ചെയ്യാൻ ഈ പണ്ഡിതന്മാരായ പണ്ഡിത വേഷം കെട്ടിയ പല ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് അവരുടെ വയറ്റുപിഴപ്പാണ്, അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ജോലിയാണ്. അതിലൊന്നും പോയി പെടാതെ ഈശ്വരൻ്റെ നാമം ജപിച്ച്, നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിൻ്റെ നാമം ജപിച്ച്, പറ്റുമെങ്കിൽ നിരന്തരം ജപിച്ച്, അല്ലെങ്കിൽ ഒരു 108 തവണയെങ്കിലും ഒരു ദിവസം അതിരാവിലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഈ ജോലി അങ്ങ് തീർത്ത് വെച്ച് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു 1.5 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിയെ നിങ്ങളുടെ ഈ നിലാവ് തെളിഞ്ഞു വരുന്നത് പോലെ പതിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം തെളിഞ്ഞു വരും എന്നുള്ളത് 100% ഉറപ്പായ കാര്യമാണ്. നിങ്ങൾ ആരും വഞ്ചിക്കപ്പെടരുത്, അന്ധവിശ്വാസികളും ആവരുത്. എല്ലാവർക്കും നമസ്കാരം.